ഇന്ന് നമുക്കൊന്ന് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം വരെ പോയാലോ? ഇതിന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും പിടിക്കണ്ട കേട്ടോ. ഇവിടെ കൊടകര തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ മുൻപും ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ചാറ്റിലാമ്പാടം എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയാറ്. ഇത് നമ്മുടെ കനകമല, കുരിശുമുടി ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ താഴ്വാരാണ് കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇടയ്ക്ക് ഇവിടെ പുലി ഇറങ്ങി എന്നൊക്കെ കേൾക്കാറുണ്ട്. രാത്രി വീടുകളിലെ CCTVയിലൊക്കെ പുലിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ നടക്കാൻ പോയ കസിൻസ് എല്ലാവരും കൂടി തന്നെയാണ് ഇവിടേക്കും പോയിണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെ ഇവിടേക്കുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ നടക്കുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, മഴക്കാലത്താവുമ്പോൾ നിറയെ വെള്ളമായിരിക്കും. ഇവിടെ ഇപ്പം ഇങ്ങനെ ഈ പച്ചപ്പ് മൂടിക്കിടക്കുന്ന കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇത് ധൃതരാഷ്ട്ര പച്ച പോലെ എന്തോ ഒരു കളയാണ് കേട്ടോ. നമ്മുടെ സ്വാഭാവികമായ കാട് നശിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. പറഞ്ഞു ഞാനും കാട് കയറി. ഈ ഭാഗത്തൊക്കെ ധാരാളം കൃഷിയുള്ള സ്ഥലമാണ് കേട്ടോ. നെൽകൃഷി തന്നെയാണ് മെയിനായിട്ട്. ഈ ചാറ്റിലാപാടം വരമ്പത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെത്താം. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കുറച്ച് നേരം ഇവിടെ വൈബൊക്കെ അടിച്ച് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് അവിടേക്ക് പോയിണ്ടായിരുന്നത്. ശരിക്കും ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ പുറം നാടുകളിലേക്ക് പോകണമെന്നില്ല അല്ലേ? നമ്മുടെ ചുറ്റിലും തന്നെ കണ്ണു തുറന്നാൽ കാണുന്ന എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നോക്കിയേ. ഇവിടെ ഈ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു പാർക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിറയെ പശുക്കളൊക്കെ ഉണ്ട്. കൃഷ്ണൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങിയോണ്ട് തന്നെ പശുക്കളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ 7 മണി വരെയാണ് ഈ പാർക്കുള്ളത്. ഞങ്ങൾ ഇട ദിവസം പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ആളുകൾക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. കുട്ടികൾക്ക് ഇവിടെ ഫീസൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വിട്ടാൽ കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ നെഹ്റു പാർക്കിൽ തന്നെ പോകണം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു സൗകര്യം തന്നെയാണ്. പിന്നെ ഇരുട്ടായപ്പോഴേക്കും ആളുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞങ്ങളും കുട്ടികളുടെ കൂടെ കയറിയിരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ണെത്തുന്ന ദൂരത്തുള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് ഏതെങ്കിലും മരച്ചോട്ടിലിരുന്ന് നമുക്ക് അവരെ നോക്കാനും നല്ല സൗകര്യം തന്നെയാണ്.